നമുക്കിന്ന് 2026 അർദ്ധവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പർ നോക്കാം. 25 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. ഇതിൽ 1 മുതൽ 19 വരെയുള്ള ചോദ്യങ്ങൾക്ക് 1 മാർക്ക് വീതമാണ്. നമുക്ക് ഒന്ന് ചോദ്യത്തിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, ഏദൻ തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് ആദമിനോട് പറഞ്ഞത് ആരാണ്? തിന്നരുതെന്ന് പറഞ്ഞത് ദൈവമാണല്ലേ. ദൈവം എന്നതാണ് അതിന്റെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, ആരാണ് ആദമിനെയും ഹവ്വയെയും തെറ്റ് ചെയ്യിച്ചത്? സാത്താനെന്നോ പാമ്പെന്നോ ഒക്കെ നിങ്ങൾക്ക് ഉത്തരമായിട്ട് പറയാം കേട്ടോ. ഇനി മൂന്നാമത്തെ ചോദ്യം, യഹോവ ശമൂവേൽ ബാലനെ വിളിച്ചപ്പോൾ ശമൂവേൽ ബാലൻ എന്താണ് മറുപടി കൊടുത്തത്? യഹോവയെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന മറുപടിയാണ് ശമൂവേൽ ബാലൻ യഹോവയോട് പറഞ്ഞത്. ഇനിയും നാലാമത്തെ ചോദ്യം, ശമൂവേൽ ബാലൻ പിൽക്കാലത്ത് ആരായി തീർന്നു? പിൽക്കാലത്ത് ശമൂവേൽ ബാലൻ ഒരു പ്രവാചകനായിട്ടാണ് മാറിയത് അല്ലെ. അഞ്ചാമത്തെ ചോദ്യം, മോശക്കുഞ്ഞിനെ എങ്ങനെയാണ് രാജാവിൽ നിന്നും രക്ഷപ്പെടുത്തിയത്? മോശക്കുഞ്ഞിനെ രാജാവിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് എങ്ങനെയായിരുന്നു? അവരൊരു പെട്ടി ഉണ്ടാക്കി, ആ പെട്ടിയിൽ കിടത്തി, വെള്ളം കയറാത്ത ഒരു പെട്ടി അല്ലെ, അത് ഞാങ്ങണകളുടെ ഇടയിൽ കിടത്തി ഒഴുക്കി വിട്ടു അല്ലെ. ഇങ്ങനെയാണ് മോശക്കുഞ്ഞിനെ രാജാവിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. ഇനി ആറാമത്തെ ചോദ്യം, നയമാന്റെ കുഷ്ഠരോഗം സുഖപ്പെടുത്തിയ പ്രവാചകൻ ആരാണ്? എലീശ പ്രവാചകനാണ് നയമാന്റെ കുഷ്ഠരോഗം സുഖപ്പെടുത്തിയത്. ഏഴാമത്തെ ചോദ്യം, 23-ാം സങ്കീർത്തനം 1-ാം വാക്യം പറയുക. എന്താണ്? എല്ലാവർക്കും അറിയാവുന്ന വാക്യം അല്ല. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. ഇതാണ് 23-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം. ഇനിയും 8-ാമത്തെ ചോദ്യം, രാജാവിന്റെ അടുക്കൽ നിന്നും രക്ഷപ്പെട്ട് ഒളിച്ചിരുന്ന ഏലിയ പ്രവാചകന് ദൈവം എങ്ങനെയാണ് ഭക്ഷണം നൽകിയത്? ദൈവം ഒരു കാക്കയെ ഏൽപ്പിച്ചു അല്ലെ. ആ കാക്കയാണ് ഏലിയ പ്രവാചകന് അപ്പവും ഇറച്ചിയും കൊണ്ടേ കൊടുത്തത്. 9-ാമത്തെ ചോദ്യം, ദേശത്ത് ക്ഷാമം വരാൻ പോകുന്നു എന്നറിഞ്ഞ മന്ത്രിയായ ജോസഫ് എന്താണ് ചെയ്തത്? എന്താ ചെയ്തത്? ഭാവിയിലേക്കുള്ള ധാന്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചു അല്ലെ. ക്ഷാമം വരാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം ഭാവിയിലേക്കുള്ള ധാന്യം സൂക്ഷിച്ചു വെച്ചു. അടുത്ത ചോദ്യം, 10-ാമത്തെ ചോദ്യം, ബാല്യകാലത്ത് തന്നെ ഉപദ്രവിച്ച സഹോദരന്മാരെ മന്ത്രിയായ ജോസഫ് കണ്ടപ്പോൾ എന്ത് ചെയ്തു? അവരെ തിരിച്ചറിഞ്ഞു കണ്ടപ്പോൾ തന്നെ, എന്നിട്ട് അവരോട് ക്ഷമിച്ചു, അവരുടെ തെറ്റുകളെയൊക്കെ ക്ഷമിച്ചു കൊടുത്തു. ഇനി അടുത്ത ചോദ്യം, 11-ാമത്തെ ചോദ്യം, രാജകൊട്ടാരത്തിലെ പണ്ഡിതന്മാർക്ക് ദാനിയേലിനോട് അസൂയ തോന്നുവാൻ കാരണം എന്ത്? രാജാവ് കണ്ട സ്വപ്നത്തിന്റെ അർത്ഥം ദാനിയേലാണ് പറഞ്ഞു കൊടുത്തത്. ഇത് കണ്ടിട്ടാണ് അവിടെയുള്ള പണ്ഡിതന്മാർക്ക് ദാനിയേലിനോട് അസൂയ തോന്നിയത്. 12-ാമത്തെ ചോദ്യം, സിംഹക്കുഴിയിൽ യഹോവയോട് പ്രാർത്ഥിച്ച ദാനിയേലിനെ യഹോവ എങ്ങനെയാണ് സഹായിച്ചത്? സിംഹങ്ങളുടെ വായടച്ചു കളഞ്ഞു അല്ലെ യഹോവ അങ്ങനെയാണ് സിംഹങ്ങളുടെ വായടച്ചാണ് ദാനിയേലിനെ സഹായിച്ചത്. ഇനി 13-ാമത്തെ ചോദ്യം, നമ്മുടെ പള്ളിയുടെ പേരെന്താണെന്നാണ്. അത് നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ പള്ളിയുടെ പേര് പൂർണ്ണമായിട്ടും ടീച്ചർക്ക് പറഞ്ഞു കൊടുക്കുക കേട്ടോ. 14-ാമത്തെ ചോദ്യം, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു. ഇതിൽ നിന്നും നമ്മൾ എന്ത് മനസ്സിലാക്കണം? എന്താണ്? നമ്മളും ദൈവ വിശ്വാസമുള്ളവരായി മാറണമെന്നാണ് അല്ലെ. ദൈവത്തിൽ നമ്മൾ വിശ്വസിച്ചാൽ നമ്മളെയും ദൈവം അനുഗ്രഹിക്കും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 15-ാമത്തെ ചോദ്യം, ഈ ലോകത്ത് കാണുന്ന സകലവും ഉണ്ടാക്കിയത് ആരാണ്? ദൈവമാണ് അല്ലെ. യഹോവയാണ് ഈ കാണുന്ന സകലവും ഉണ്ടാക്കിയത്. 16-ാമത്തെ ചോദ്യം, ഇസ്രായേൽ ജനത ഈജിപ്റ്റ് എന്ന രാജ്യത്തിൽ വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചപ്പോൾ അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുവാൻ ദൈവം ആരെയാണ് ചുമതലപ്പെടുത്തിയത്? മോശയാണല്ലേ. മോശയാണ് അതിനായിട്ട് ദൈവം ചുമതലപ്പെടുത്തിയത്. 17, ദൈവം മനുഷ്യരോട് പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ അവരെ അറിയിക്കുന്നത് ആരിൽ കൂടിയാണ്? പ്രവാചകന്മാരിൽ കൂടിയാണ് ദൈവം മനുഷ്യരോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ അറിയിക്കുന്നത്. ഇനി 18, വിഷമങ്ങൾ ഉണ്ടായാൽ ദൈവമക്കൾ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും അല്ലെ. നന്നായി നമ്മൾ പ്രാർത്ഥിക്കും, ദൈവത്തോട് നമ്മുടെ സങ്കടം പറയും. അതാണ് ദൈവമക്കളെ ചെയ്യുക. 18, നാം ആരെയൊക്കെ അനുസരിക്കണം? നമ്മൾ നമ്മുടെ മാതാപിതാക്കളെയും അധ്യാപകരെയും നമുക്ക് വേണ്ടപ്പെട്ട മുതിർന്നവരെയൊക്കെ നമ്മൾ അനുസരിക്കണം. 20-ാമത്തെ ചോദ്യം, കുരിശ് വരച്ച് കാണിക്കുക. അത് നിങ്ങൾ ടീച്ചറെ കുരിശ് വരച്ച് കാണിക്കണം കേട്ടോ. 21, അൻപുടയോനെ നിൻവാതിൽ എന്ന ഗീതത്തിന്റെ അടുത്ത വരി പാടുക. എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഗീതാണല്ലേ. മുട്ടുന്നു ദാസർ നാദം എന്നതാണ് ആ ഗീതത്തിന്റെ അടുത്ത വരി. ഇത്രയും ചോദ്യങ്ങളായിരുന്നു ഈ 1-ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഇപ്രാവശ്യം പുസ്തകത്തിലെ ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് ഷഫിൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളെ പഠിപ്പിക്കാത്ത ഭാഗത്തു നിന്നും വന്നിട്ടുണ്ടോ എന്നൊരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. എന്തായാലും ആനുവൽ എക്സാമിന് നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ പ്രയോജനപ്പെടും. നിങ്ങളത് കേട്ട് പഠിക്കുക. താങ്ക്